വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെയും US ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഗോൾഡിന്റെ 1 ഡേ ചാർട്ടാണ്. 1 ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഒരു റെസിസ്റ്റൻസിലേക്കാണ്. ആ റെസിസ്റ്റൻസിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇംബാലൻസിനെ ഏറെക്കുറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ, അതായത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് 1 ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ്. അതെല്ലാം മാർക്ക് ചെയ്ത് വെക്കാം. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ചാർട്ടിലോട്ട് തിരിച്ചു വരാം. ഇന്ന് US ഡോളറിനെ സംബന്ധിച്ച് അഥവാ ഗോൾഡിനെ സംബന്ധിച്ച് വരുന്ന ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വരുന്നത് ഇന്ത്യൻ സമയം 7 മണിക്കാണ്. അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. അതിന്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് 217K ആണ്. ഫോർകാസ്റ്റ് വരുന്നത് 220K ആണ്. അതായത് പ്രീവിയസിനേക്കാളും കുറച്ചും കൂടി മുകളിൽ നിൽക്കുന്ന ഫിഗർ ആണ് ഫോർകാസ്റ്റ് കാണിക്കുന്നത്. ഇനി ഇതിന്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. യൂഷ്വൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂഷ്വൽ എഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. തൊഴിലില്ലായ്മയെ ബന്ധപ്പെട്ടുള്ള ന്യൂസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും കുറഞ്ഞിരിക്കണം. അപ്പോൾ പ്രീവിയസ് ഫിഗറിനേക്കാളും കൂടിയാണ് ഇരിക്കുന്നത് ഫോർകാസ്റ്റ്, കുറച്ച് കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫോർകാസ്റ്റ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ USDക്ക് അത്ര നല്ലൊരു ന്യൂസ് അല്ല വരുന്നത്. അപ്പോൾ USDക്ക് നല്ല ന്യൂസ് അല്ലെങ്കിൽ ഗോൾഡിന് ഫേവറബിൾ ആയിരിക്കും. അതായത് ഗോൾഡ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കണം. കഴിഞ്ഞ തവണത്തെ നോക്കിയാൽ തന്നെ കാണാം. കഴിഞ്ഞ തവണത്തെ പ്രീവിയസ് 221K ആയിരുന്നു. ഫോർകാസ്റ്റ് അതിന്റെ മുകളിലായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പ്രീവിയസിനേക്കാളും താഴ്ന്ന ഒരു ഫിഗറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ന്യൂസ് വന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ന്യൂസിന്റെ സമയത്ത് ട്രേഡ് എടുക്കാതിരിക്കുക. പ്രത്യേകിച്ചും അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആയതുകൊണ്ട് രണ്ട് സൈഡിലേക്കും മൂവ്മെന്റ്, ക്യാൻഡിൽ മൂവ്മെന്റ് തന്ന് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കാനുള്ള സാധ്യത ഉണ്ട്. ന്യൂസ് വന്നതിന് ശേഷം ഒരു പ്രൈസ് ആക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ എടുക്കാതിരിക്കുക. മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് ഉള്ളത്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ഇനി നമുക്ക് 4 ഹവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 4 ഹവറിൽ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇതൊരു നല്ല ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിസ്റ്റൻസിനെ കുറച്ച് മുകളിലോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു 4 ഹവറിൽ, അത് ഏറെക്കുറെ എടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇന്നലെ ഇവിടേക്ക് വന്നു, ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള റീടെസ്റ്റ് തന്നു, വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്, സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഇത്രയാണ് 4 ഹവറിലുള്ളത്. പിന്നെ മുകളിലോട്ട് പോകുന്നത് സമയത്തെല്ലാം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടതാണ്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് ഒന്ന് പോയി നോക്കാം. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് നോക്കിയാൽ കാണാം, നമുക്ക് കൃത്യമായ സ്ട്രക്ചറൽ ബ്രേക്കും ഒക്കെ തന്നിട്ടാണ് പോകുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, ഒരു ഹയർ ടൈം ഫ്രെയിമിൽ അതായത് ഒരു വലിയൊരു ബ്രേക്ക് തന്നിട്ടുണ്ട്, സ്ട്രക്ചറൽ ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടേക്ക് മൾട്ടിപ്പിൾ ടൈം ഇവിടേക്ക് വന്നിറങ്ങി സപ്പോർട്ട് എടുത്തിട്ടാണ് പോയത്. നേരത്തെ 4 ഹവറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മിക്കവാറും ഈ ഒരു ഏരിയ ആയിരിക്കും. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ 1 ഹവറിലേക്ക് മാർക്കറ്റ് ഇവിടേക്ക് എത്തുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് റിജക്ഷൻ കിട്ടാം, അല്ലെങ്കിൽ റിയാക്ഷൻ കിട്ടാം. അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് ഒരു ബൈ എൻട്രി കാണുന്നുണ്ട്. ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. അതായത് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്നിട്ടൊരു ബൈ എൻട്രി സാധ്യത ഉണ്ട്. അങ്ങനെ ബൈ എൻട്രി കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇംബാലൻസിലേക്ക് അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ സെൽ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു നല്ലൊരു ക്ലിയർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു സെൽ എൻട്രി താഴോട്ടേക്ക് എടുക്കാം. അത് എടുക്കേണ്ട ഒരു ഇത് എന്ന് പറയുന്നത്, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ചെറിയൊരു ടാർഗറ്റ് വെച്ചിട്ടായിരിക്കും എടുക്കേണ്ടി വരിക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പ്യൂർലി ബുള്ളിഷ് ആണ്. ആ ബുള്ളിഷിന്റെ ഇടയിൽ വരുന്ന ഒരു കറക്ഷൻ ആയിരിക്കും ഇത് വരുന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് കുറച്ചും കൂടി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ക്ലിയർ ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് നടക്കുകയാണെങ്കിൽ, അതായത് മുകളിലോട്ടേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും ബ്രേക്ക് നടക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു ഏരിയയിലേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ 50 മിനിറ്റ്സിലെ മറ്റൊരു ഏരിയയും കൂടി കാണുന്നുണ്ട്. അതായത് ഇവിടെ നല്ലൊരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കറന്റ്ലി ഇപ്പോൾ മാർക്കറ്റ് നടക്കുന്ന സമയത്ത്, അതായത് മാർക്കറ്റ് ഇപ്പോൾ റണ്ണിങ് ഇരിക്കുന്ന സമയത്ത് ഇവിടെ നിന്നൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇതിന്റെ താഴേക്ക് വെക്കാം.
ടാർഗറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇംബാലൻസിലേക്ക് നമുക്ക് ടാർഗറ്റ് വെക്കാം. ഈ ഒരു ഇതുവരെ ടാർഗറ്റ് വരും എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ കറന്റ്ലി മാർക്കറ്റ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ബൈ എൻട്രി സാധ്യത കാണുന്നുണ്ട്. സെൽ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു സെൽ എൻട്രി ഉണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇവിടെ ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് സപ്പോർട്ട് മാത്രമല്ല നല്ല ഡീപ്പ് പുൾ ബാക്ക് വന്നിട്ട് എടുത്ത സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ ഏരിയയിൽ നിന്ന് ഒരു റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ബൈക്ക് ചാൻസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ കറന്റ്ലി മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള അനാലിസിസ്. ഇനി നമുക്ക് US ഓയിലിൽ പോയിട്ട് അനാലിസിസ് നോക്കാം. US ഓയിലിലേക്ക് പോകുന്ന സമയത്ത് പതിപോലെ തന്നെ ഒരു സപ്പോർട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട്, അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡലിന്റെ ഹൈനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് താഴ്ത്തുന്നുണ്ട്. ആ ഒരു സപ്പോർട്ടിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് 4 ഹവറിൽ പോയിട്ട് ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് എന്തൊക്കെയുണ്ടെന്നുള്ളത് നോക്കാം. 4 ഹവറിലേക്ക് എത്തുന്ന സമയത്ത് കുറേ നാളായിട്ട് പറഞ്ഞിരിക്കുന്ന ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയ. ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു റിജക്ഷൻ തന്നിട്ടുണ്ട്. നല്ല റിജക്ഷൻ തന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് പക്ഷേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ വീണ്ടും ഒരു കൺസോളേഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. എനിവേ നമുക്ക് 4 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 4 ഹവറിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് ഇത്. അപ്പോൾ ഇതിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇതൊരു ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. നേരത്തെ വരച്ചിരുന്ന ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇംബാലൻസ് നല്ല രീതിയിൽ ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നത്. മുകളിലോട്ട് പോകുന്ന സമയത്ത് മുകളിലെല്ലാം നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ചെയ്യുന്നില്ല. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോകാം. 1 ഹവറിൽ മാർക്കറ്റ് കറന്റ്ലി നിൽക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് ഒരു എൻട്രി പറയാൻ കുറച്ച് കൺഫ്യൂഷൻ ആണ്. എന്നാലും 1 ഹവറിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും വലിയൊരു വീഴ്ച സംഭവിച്ചതുകൊണ്ട് ഒരു പക്ഷെ ഒന്നും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു ഇവിടം വരെ, ഈ ഒരു ക്യാൻഡിൽ ഇവിടം വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മളൊരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് 1, 2, 3 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഇവിടെ നിന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ ഓപ്പർച്യൂണിറ്റി വെക്കാം. ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുക്കണം. എന്നിട്ട് ഇതിന്റെ ഹൈയിലേക്ക് വെക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിന്റെ താഴോട്ടേക്ക് വെക്കാം. പക്ഷെ ഇവിടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴെയുള്ള ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസിൽ നിന്നും മറ്റൊരു എൻട്രി ചാൻസും കൂടി ഉണ്ട്. അതും കൂടി നോക്കി വെക്കുക. ഇവിടെ വന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ എൻട്രി ചാൻസ് ഉണ്ട്. അല്ല നല്ലൊരു ക്യാൻഡിലോട് കൂടി ഒരു കൺഫർമേഷൻ തന്നു, അതായത് താഴോട്ടേക്ക് ഒരു വലിയ വീഴ്ച തന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ക്യാൻഡിൽ വീഴ്ച തന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവിടെ നിന്ന് റീടെസ്റ്റ് വരാം. റീടെസ്റ്റ് വരുന്ന ഈ സപ്പോർട്ടിലേക്ക്, ഇപ്പം നമ്മൾ സപ്പോർട്ട് എന്ന് വരച്ചിരിക്കുന്ന ഏരിയയിലേക്കായിരിക്കും റീടെസ്റ്റ് വരുന്നത്. അപ്പോൾ അവിടെ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആവും. അപ്പോൾ അവിടെ നിന്നൊരു കൺഫർമേഷൻ എടുത്തിട്ട് ഒരു എൻട്രി സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ അതിന്റെ താഴത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ ലോ ആണ്. ഈ ഒരു ഏരിയയുടെ ലോ ആണ്. അപ്പോൾ ഇങ്ങനെ 2 പോയിന്റ് കൂടി ഉണ്ട്. അതും കൂടി നോട്ട് ചെയ്ത് വെക്കാം. ഇനി എന്തായാലും നമുക്ക് 50 മിനിറ്റ്സിലോട്ടൊന്ന് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട്. മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്ന് മുകളിലോട്ട് പോയിട്ട് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത്, മാർക്കറ്റ് വന്ന് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ കുറേ സമയം മാർക്കറ്റ് റസ്റ്റ് ചെയ്താണ് മുകളിലോട്ട് പോയി ബ്രേക്ക് ചെയ്തു. വീണ്ടും ഇവിടെ കുറേ സമയം റസ്റ്റ് ചെയ്താണ് വീണ്ടും മാർക്കറ്റ് അതിലേക്ക് തന്നെ അപ്രോച്ച് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതിന് താഴെ 2 ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സ്റ്റോപ്പ് ലോസ് ഇവിടേക്ക് വെക്കാം. ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ പറയുന്നതാണ്. ഇവിടെ ബൈയും ഒരുപക്ഷെ അത് ഫെയിലർ ആവാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ഇറങ്ങി വരുന്നത് കൊണ്ട് തന്നെ ഒരു ഫെയിലർ ആവാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സെൽ എൻട്രിക്കും അതുപോലെ തന്നെ ബൈ എൻട്രിക്കും സാധ്യതയുണ്ട്. രണ്ടും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കൺഫർമേഷനിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഇനി മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണ്, ഈ ട്രെൻഡ് ലൈൻ വീണ്ടും റീടെസ്റ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുന്നുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈയിലേക്ക് വെക്കാം. ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടേക്ക് വെക്കാം.
തേർഡ് ടാർഗറ്റ് ആണ് ഈ പറഞ്ഞ ഏരിയ, അതായത് ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ തേർഡ് ടാർഗറ്റ് ആണ്. അപ്പോൾ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് എടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഓയിലിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി എല്ലാവരും ട്രേഡ് എടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.